പുതിയൊരു യാത്ര കുമ്പളയിൽ തുടങ്ങിയപ്പോൾ സുധാകരൻ ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് കുറ്റിയാടിയിലെത്തിയപ്പോൾ പെടലിക്ക് പിടിച്ച് ഷാഫി പറമ്പിൽ ഒരു പ്രവർത്തകനെ സ്റ്റേജിലിട്ട് വലിച്ചു. അതിനുശേഷം പറവൂരിലെത്തിയപ്പോൾ സാക്ഷാൽ വി.ഡി. സതീശൻ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നാടകാഭിനയം നടത്തി. എറണാകുളത്തേക്ക് വന്നപ്പോ ഒരാൾ പോലും ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ആളുകളെ ഇറക്കി വിടാൻ സതീശൻ പാടുപെട്ടു. അടിമാലിയിലെത്തിയപ്പോൾ മൈക്കിലൂടെ ജനങ്ങളെ ചീത്ത വിളിച്ചു. ഇപ്പൊ ചെങ്ങന്നൂരെത്തുമ്പോ സ്റ്റേജിന് താഴെ കൂടിയ ആകെ 8 or 10 ആളുകൾ അവിടെ അടിപിടിയാണ്. സതീശൻ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് പുതുയുഗ യാത്രയിൽ ഐക്യ ജനാധിപത്യ മുന്നണി, ഇൻവേർട്ടഡ് കോമയിൽ പറയണ്ടേ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വേദിക്ക് മുമ്പിൽ ഇരുന്ന് അടിപിടി കൂടുന്ന ദൃശ്യമാണ് ഈ കേരളം കഴിഞ്ഞ പകലിൽ ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. എന്തിനാണ് ഈ പുതുയുഗ യാത്ര നടത്തിയത് എന്നുള്ളതാണ്. ഈ പുതുയുഗ യാത്രയിൽ കണ്ടതും കേട്ടതും മുഴുവനും അസാരസ്യങ്ങൾ മാത്രം, നടന്നത് മുഴുവനും അടിയും പിടിയും മാത്രം. അതിൽ കെ സുധാകരൻ എന്ന സീനിയർ അധികായൻ മുതൽ ഷാഫി പറമ്പിൽ എന്ന യുവാക്കളുടെ താരമെന്ന് വെറുതെ കെട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന, ഒരു പുറംപോച്ച് നടത്തി കൊണ്ടുപോകുന്ന ഷാഫി പറമ്പിലടക്കം വി.ഡി. സതീശൻ അങ്ങനെ എത്ര ആളുകളുടെ നുണക്കഥകൾ പ്രചരിച്ച് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന പുതുയുഗ യാത്ര അവസാന ലാപ്പിലേക്ക് തലസ്ഥാനത്തേക്ക് എത്താൻ നിൽക്കുമ്പോഴാണ് ചെങ്ങന്നൂരിന്റെ മണ്ണിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അടിപിടി കൂട്ടമായി ഈ പുതുയുഗ യാത്ര മുമ്പോട്ട് പോവുകയാണ്. ഏകദേശം 70% അവസാനിപ്പിക്കുമ്പോഴും പുതുയുഗ യാത്രയിൽ ചർച്ച ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്താണ്? വരാനിരിക്കുന്ന കോൺഗ്രസിന്റെ പ്ലാൻ എന്താണ്? ഞങ്ങൾക്ക് വലിയ പ്ലാനുകളുണ്ട്, ആ പ്ലാനുകൾ ഞങ്ങൾ പറയാമെന്ന് ആളുകളുടെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കണ്ണിറുക്കി കാണിക്കുന്ന സതീശനെ അല്ലാതെ കാര്യഗൗരവമായി ചർച്ച നടന്ന ഒരൊറ്റ സ്റ്റേജ് പോലും, ഒരൊറ്റ വേദി പോലും ഇല്ല എന്ന് ഇന്ന് ഈ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. വെറും പറയാൻ വേണ്ടി എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം, ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യനെന്ന് സ്വയം വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഒരൊറ്റ ജാഥ മാത്രമായി പുതുയുഗ യാത്ര അവസാനിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.